ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ വൈകുന്നേരം ഒരച്ഛൻ എനിക്കൊരു പോസ്റ്റ് ഇട്ടു. അതിനകത്ത് നല്ല ആ ടോക്ക് കൊടുത്ത സമയത്ത് എനിക്ക് വേണ്ടി തന്നെ പറഞ്ഞ വചനമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞ ഒരാൾ പ്രാർത്ഥന നിയമം പോസ്റ്റ് ചെയ്ത് ആ അച്ഛനെനിക്ക് ഷെയർ ചെയ്യുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോ വചനവും ഇങ്ങനെ പ്രഘോഷിക്കുമ്പോൾ അത് ആവശ്യക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് രൂപാന്തരം പ്രാപിച്ച് എല്ലാവരിലും എത്തിച്ചേരും. ഹല്ലേലൂയ. ഈ കൃപ നിങ്ങൾക്ക് എല്ലാവരിലും ഉണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതെല്ലാം ഉജ്ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. വചനത്തിന് വേണ്ടി നിങ്ങൾ ഇത്ര വില കൊടുക്കുമ്പോൾ ഒരു കാലഘട്ടം വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഈ വചനം തന്നെ നമ്മളെ പരിപാലിക്കാൻ തുടങ്ങും. സംശയം വേണ്ട. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുട്ടികളെ PDM മോണസ്ട്രിയിലെ സെമിനാരി വിദ്യാർത്ഥികളുടെ ഫോർമേഷനിലാണ്. സഖിയോലെ ധ്യാനത്തിന് സഹായിക്കാൻ വേണ്ടി അതിനും പോകുന്നുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. ഒട്ടാച്ചൽ സഖിയോലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു ക്വസ്റ്റ്യൻ അല്ലേ, ചോദ്യം ശ്രദ്ധിച്ചല്ലേ, നിങ്ങൾ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പറയുമ്പോൾ അതിന് പല സംഗതികൾ വരാം. ഞാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യമുണ്ട്. എന്നാണെന്നറിയാമോ? 1 മക്കബായർ 5:53 വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: യൂദാദേശത്ത് എത്തുന്നത് വരെ യാത്രയിലുടനീളം യൂദാസ് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പുറകിലായി പോയവരെ ഒരുമിച്ച് ചേർക്കുകയും ചെയ്തു. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് നടന്നു പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ 10-15 കിലോമീറ്റർ നടക്കണം. അതായത് ഒരു സ്ഥലത്ത് ബസ് ഇറങ്ങി അങ്ങനെയായിരുന്നു പണ്ട്. ഇപ്പോൾ പിന്നെ കുറച്ച് സൗകര്യമുള്ള അപ്പോൾ അന്ന് ഞാൻ ഓർക്കേണ്ട സഹോദരങ്ങൾ, നമ്മൾ മണന്നുപടുന്നത് ശരിക്കും കുറച്ച് സ്പീഡൊക്കെ പറയുമ്പോൾ മുമ്പിൽ നടക്കുന്ന ചാച്ചനോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളാരോ അവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് വാ മോനെ എന്നൊക്കെ പറഞ്ഞ് സ്നേഹിച്ച് നമ്മളെയും കൂടി അങ്ങ് ഒരുമിച്ച് ചേർത്തി പ്രോത്സാഹിച്ച ഒരു കാര്യം ഓർക്കണം സഹോദരങ്ങൾ. അപ്പം നമ്മൾ ഓർക്കണം, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളിൽ തന്നെ ചിലർ അത്ര അങ്ങോട്ട് ചിലപ്പോൾ ബാക്കിയുള്ളവരുടെ കൂടെ വാമായിട്ട് കയറി വരുന്നുണ്ടാകുകയില്ല. ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ അങ്ങനെ ആയിരിക്കാം, നമ്മൾ വേദപാഠം പഠിപ്പിക്കുന്ന സ്ഥലത്ത് അങ്ങനെ ആയിരിക്കാം, നമ്മുടെ കമ്പനിക്കാരിൽ അങ്ങനെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവരെക്കുറിച്ച് നല്ലൊരു ചിന്ത വേണം പ്രിയപ്പെട്ട സഹോദരൻ. എല്ലാവരും നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണം. എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തിയിരുന്നാൽ പോരാ, നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണം. കുറ്റപ്പെടുത്തൽ വേണം കേട്ടോ. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറ്റപ്പെടുന്ന പറഞ്ഞാൽ വഴക്കോ അത് ആ സെൻസിലല്ല. അതേസമയം ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ പുറകിലായപ്പോഴേക്കൊന്ന് ഒരുമിച്ച് ചേർത്ത് കയറ്റിയെടുത്ത് മുമ്പോട്ട് പോകണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതിന് പ്രത്യേക ശ്രദ്ധയും പ്രത്യേക കൃപയും ആവശ്യമാണ്. ഈശോയെ പുറകിലായി പോകുന്നവരെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാനും പുറകിലായി പോകുന്നവരെ മുമ്പോട്ട് കയറ്റിയെടുത്തുകൊണ്ട് വരാനുള്ള കൃപ ഇവർക്കെല്ലാവർക്കും ഉണ്ടല്ലോ കർത്താവേ. അത് ഇരട്ടിയായി മാറട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ, നിയോഗങ്ങളെ അനുഗ്രഹിക്കട്ടെ, കാര്യങ്ങളെല്ലാം നടക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.